Good evening, students. Today we are going to discuss about the topic, the use of growth regulators for rooting. Plants have hormones which control all aspects of plant growth and development. പ്ലാന്റ്സിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള കൺട്രോളും ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. നാച്ചുറൽ ആയിട്ട് ഈ ഹോർമോൺസ് പ്ലാന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് നാച്ചുറലി ബൈ പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആർ കെമിക്കൽസ് യൂസ്ഡ് ടു മോഡിഫൈ പ്ലാന്റ് ഗ്രോത്ത്. നമ്മൾ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഫോർ റൂട്ടിംഗ്. Then the plant growth regulators are applied to plants by humans. The plant hormones and growth regulators are chemicals that affect flowering, aging, root growth, and distortion and killing of organs, and the prevention or promotion of stem elongation, color enhancement of fruit, and prevention of leaf fall or both. പ്ലാന്റ് ഹോർമോൺസ് ഓർ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന് ഒരുപാട് ഇഫക്റ്റ് പ്ലാന്റ്സിന്റെ ഗ്രോത്തിലും ഡെവലപ്മെന്റിലും ഉണ്ട്. ദീസ് ആർ സം ഓഫ് ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രോത്ത് പാറ്റേൺസ് വിച്ച് അഫക്ട് ദ ഹോർമോൺസ് ആൻഡ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ആൻഡ് വാട്ട് ഈസ് റൂട്ടിംഗ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്? പ്ലാന്റ്സിന്റെ റൂട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന സിന്തറ്റിക് ആയിട്ടുള്ള ഹോർമോൺസിനെയാണ് നമ്മൾ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. The chemicals known as auxins stimulate the formation of roots, and rooting growth regulators are synthetic compounds which can be applied to stimulate root growth during propagation. നമ്മൾ ചെടികൾ സ്റ്റെം കട്ടിംഗ് വെച്ചിട്ട് അതിൽ നിന്ന് പുതിയ ചെടി വെച്ച് പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ റൂട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മളുടെ ഈ സിന്തറ്റിക് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ റൂട്ടിംഗ് ഹോർമോൺസ് പ്രൊഡക്ട്സ് വിച്ച് ആർ കോമൺലി സോൾഡ് ഇൻ 3 types. They are the powder form, liquid form or gel form. ഈ 3 തരത്തിലുള്ള രീതിയിൽ നമുക്ക് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഫോർ റൂട്ടിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. And the auxins are the natural hormone which stimulate the formation of roots. And the most common auxin found in plants is indole 3-acetic acid, IAA. So auxin ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഹോർമോൺ പ്ലാന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻ ബീയിങ്സ് അപ്ലൈ ചെയ്യുന്നതാണ് പ്ലാന്റ്സിൽ. പെട്ടെന്ന് തന്നെ വേര് പിടിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. Some of the different type of synthetic compounds using IBA and Psychocell and to mimic the naturally occurring plant hormones, or they may be natural hormones that were extracted from plant tissue such as IAA. IAA പോലെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നതും എക്സ്ട്രാക്ട് ചെയ്യാം, പക്ഷേ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് സിന്തറ്റിക് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ദീസ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആർ measured in parts per million ppm or in some cases parts per billion. അത് എങ്ങനെയാന്നുള്ളത് ആ പ്രൊഡക്റ്റിന്റെ ലാബലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, then how do you use rooting hormone? Growth regulators are powerful chemicals and if used incorrectly can kill plants. Growth regulators chemicals ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രോപ്പറായ രീതിയിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ പ്ലാന്റ്സിനെ തന്നെ കിൽ ചെയ്യും. അപ്പോൾ ഏത് രീതിയിൽ ഉപയോഗിക്കണം, എത്ര കോൺസെൻട്രേഷനിൽ ഉപയോഗിക്കണം എന്നുള്ളത് പ്രൊഡക്റ്റിൽ ലാബിൽ ചെയ്തിട്ടുള്ളത് അനുസരിച്ച് മാത്രമേ അത് പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. വിത്ത് മെനി ഡിഫറെന്റ് കോൺസെൻട്രേഷൻസ് ഓഫ് റൂട്ടിംഗ് ഹോർമോൺസ് ആർ അവൈലബിൾ. മാർക്കറ്റിൽ പലതരത്തിലുള്ള കോൺസെൻട്രേഷൻ ഉള്ളത് അവൈലബിൾ ആണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കെയർഫുള്ളി റീഡ് ദ പ്രൊഡക്ട്സ് പാക്കേജിംഗ് ടു എൻഷുർ ദാറ്റ് ദ ഫോർമുല ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ അവർ പ്ലാന്റ്. നമ്മളുടെ പ്ലാന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോർമുല നോക്കി നമ്മൾ സെലക്ട് ചെയ്യും വേണം. അത് പ്ലാന്റിന് അനുസരിച്ച് രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യും വേണം. അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് പാക്കേജിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. Then during propagation, rooting hormone should be applied immediately before you place your clipping in the soil. നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സ്റ്റെം കട്ടിങ്ങിലൊക്കെ
എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? അത് പെട്ടെന്ന് തന്നെ, അതായത് സ്റ്റെം കട്ടിങ് എടുത്ത ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യണം. ക്ലിപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റെം കട്ടിംഗ് ആണ്. ദ പീസ് ഓഫ് പ്ലാന്റ്, അതാണ് നമ്മൾ പുതിയ ഒരു ചെടിയായിട്ട് വെച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് കോൾഡ് ക്ലിപ്പിംഗ്. For powdered growth regulators, dip the base of the cutting into it and then shake gently to remove the any excess particles. അപ്പോൾ നമ്മൾ അത് ഡിപ്പ് ചെയ്യുമ്പോൾ, അതായത് സ്റ്റെം കട്ടിങ് ഡിപ്പ് ചെയ്യുമ്പോൾ, ഡിപ്പ് ചെയ്ത ഉടനെ തന്നെ, അതായത് 1-2 സെക്കൻഡ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളത് ഷെയ്ക്ക് ചെയ്തിട്ട് എക്സസ് ഉള്ള അതിന്റെ പൗഡർ ഡസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യണം. ദെൻ പ്ലേസ് ദ കട്ടിങ് ഇൻ ടു ദ മോയ്സ്റ്റ് സോയിൽ ലൂസ്ലി കവറിങ് ദ ബേസ്. നമ്മൾ മോയ്സ്റ്റ് സോയിലിൽ കമ്പുകൾ വെച്ച് പിടിപ്പിക്കുക. And liquid and gel hormones, first check the packages to see if it is a ready to go mix or a concentrate. ജെൽ ഫോമും ലിക്വിഡ് ഫോമും ആണെങ്കിൽ അത് റെഡി ടു യൂസ് ആണോ നമ്മുടെ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ അത് കോൺസെൻട്രേറ്റഡ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ പറഞ്ഞ പ്രകാരമുള്ളത് പോലെ ചെയ്യുക. അതിൽ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഡയറക്ഷനിൽ നമ്മളുടെ പ്രൊഡക്റ്റിനെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റ്സിന്റെ കട്ടിങ് അതിൽ ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. Once your hormone is ready, dip the base of your clipping into the liquid or gel, leaving submerged for only a couple of seconds. Too long can damage the plant. നമ്മളുടെ സ്റ്റെം കട്ടിങ് കട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഈ ജെല്ലിലോ ലിക്വിഡിലോ, ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ റെഡി ടു മിക്സ് ആണെങ്കിൽ അതിൽ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പ് ചെയ്ത് 1-2 സെക്കൻഡ്സിന് ശേഷം നമ്മൾ എത്രയും വേഗം ഈ നനവുള്ള മണ്ണിൽ വെച്ച് പിടിപ്പിക്കണം. കൂടുതൽ നേരം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ പ്ലാന്റിനെ ഡാമേജ് ചെയ്യും. ഓക്കെ. Then the rooting hormone should be used only during propagation. ഈ റൂട്ടിംഗ് ഹോർമോൺ നമ്മൾ പ്രൊപ്പഗേഷൻ, അതായത് സ്റ്റെം കട്ടിങ് യൂസ് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഓൾറെഡി വളർന്നു നിൽക്കുന്ന ഒരു പ്ലാന്റിൽ നമ്മളത് അപ്ലൈ ചെയ്യില്ല. ഇറ്റ് മേ ഡാമേജ് ദ റൂട്ട് സിസ്റ്റം ഓഫ് ദ മെച്യൂർ പ്ലാന്റ്. Okay. Then the rooting hormone should be stored in a cool and dark place and check the expiration date before using, as the chemicals can break down over time. നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ എക്സ്പയറേഷൻ ഡേറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കെമിക്കൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും. ഓക്കെ. അതുപോലെ തന്നെ ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതും കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസിലായിരിക്കണം സൂക്ഷിച്ചു വെക്കേണ്ടത്. ഇത്രയാണ് നമുക്ക് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഫോർ റൂട്ടിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. Then coming to the next topic, gardening. Gardening is a practice of growing and cultivating plants as a part of horticulture. And in gardens, ornamental plants are often grown for their flowers, foliage or overall appearance. ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എല്ലാവരുടെ വീട്ടിലും ഒരു ഗാർഡൻ ഉണ്ടായിരിക്കും. പല തരത്തിലുള്ള ഗാർഡൻ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഗാർഡൻ എന്ന് പറയുന്നത് ഗ്രോയിങ് ആൻഡ് കൾട്ടിവേറ്റിംഗ് പ്ലാന്റ്സ്. അത് എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് തന്നെ ആവണം എന്നില്ല. ചിലപ്പോൾ ഇലകളുടെ ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോളിയേജ് പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഗാർഡൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ വ്യക്തികളുടെ താല്പര്യം അനുസരിച്ചായിരിക്കും ഈ ഗാർഡൻ ഫോം ചെയ്യുന്നത്. ദെൻ യൂസ്ഫുൾ പ്ലാന്റ്സ് സച്ച് ആസ് root vegetables, leaf vegetables, fruits and herbs are grown for consumption. So അതിനൊപ്പം തന്നെ റൂട്ട് വെജിറ്റബിൾസും ലീഫ് വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഹെർബ്സും മെഡിസിനൽ പ്ലാന്റ്സ്, ദെൻ കോസ്മെറ്റിക് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഗാർഡനിങ് ഉണ്ട്. ഓക്കെ. അപ്പോൾ വീടുകളിൽ മാത്രമല്ല, നമ്മൾ പുറത്ത് കാണുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അതേപോലെ തന്നെ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള പ്ലേസസിലും അതേപോലെ നമ്മൾ മറ്റ് പാർക്കുകളിലും ഒക്കെ നമ്മൾ ഗാർഡൻ കാണുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഗാർഡന്റെ സ്പേസും അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ലാൻഡിനൊക്കെ അനുസരിച്ച് ഗാർഡന്റെ സൈസും അതിലുണ്ടാവുന്ന പ്ലാന്റ്സിന്റെ വെറൈറ്റിയും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. The gardening is considered by many people to be a relaxing activity. ഗാർഡനിങ് അധികം ആൾക്കാരും ഒരു റിലാക്സിങ് ആക്ടിവിറ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഹോബി ആയിട്ടും അതേപോലെ തന്നെ ആകെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ഓവറോൾ അപ്പിയറൻസിനും കൂടി നമ്മൾ ഗാർഡൻ
മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, then is a picture of gardening. Then the gardening ranges from fruit orchards to planting with one or more different types of shrubs, trees and herbaceous plants. ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന മരങ്ങൾ മാത്രം വെച്ച് പിടിപ്പിക്കുന്ന ഫ്രൂട്ട് ഓർക്കാഡ്സ് തുടങ്ങി കുറച്ച് ചെടികളും ട്രീസും ഒക്കെയുള്ള ഹെർബേഷ്യസ് പ്ലാന്റ്സുള്ള ചെറിയ ഗാർഡൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു റേഞ്ചിലാണ് ഈ ഗാർഡനിങ്. പല സൈസ് ഉണ്ട്. അത് നമുക്ക് കിട്ടുന്ന ലാൻഡിനനുസരിച്ചും സോയിലിന്റെ ഫെർട്ടിലിറ്റി അനുസരിച്ചും അതേപോലെ തന്നെ അവിടെ ആ ഒരു ക്ലൈമറ്റിൽ നന്നായി വളരുന്ന ചെടികളുടെ വെറൈറ്റിക്ക് അനുസരിച്ചൊക്കെ ഈ ഗാർഡന്റെ ഒരു സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. Then the residential back gardens including ലോൺസ്. ഇപ്പൊ സാധാരണ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ബാക്ക് ഗാർഡൻസ് അതേപോലെ തന്നെ ഫ്രണ്ട് ഏരിയയിൽ ഗാർഡൻ വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ സാധാരണ രീതിയാണ്. ലോൺസ് ഉണ്ടായിരിക്കും, അതിൽ ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട്. then the container gardens or pot gardening grown inside or outside. കണ്ടെയ്നർ ഗാർഡൻ എന്ന് പറഞ്ഞാല് അത് സാധാരണ ഗ്രൗണ്ടിൽ വെച്ച് പിടിപ്പിക്കാതെ ചെടികൾ കണ്ടെയ്നറുകളിൽ മാത്രം വെച്ച് പിടിപ്പിച്ച് ഒരു ഗാർഡൻ ഫോം ചെയ്യാം. Such a type of garden is called as container garden or pot garden. ചെടിച്ചട്ടികളിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിലൊക്കെ വെജിറ്റബിൾ ഗാർഡൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുപോലെ ചട്ടികളിൽ മാത്രം, പോട്ടുകളിൽ മാത്രം ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു രീതി. Then gardening may be very specialized with only one type of plant grown or involve a variety of plants in mixed plantings. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേ ടൈപ്പ് പ്ലാന്റ് ചിലപ്പോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഓഫ് പ്ലാന്റ്സിന് നമ്മൾ മിക്സഡ് ആയിട്ടുള്ള പ്ലാന്റിങ്സിന്റെ ഒരു ഗാർഡനിങ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഗാർഡനിലും ഡിഫറെന്റ് ആയിരിക്കും. ടൈപ്പ് ഓഫ് ഗാർഡൻസ് സാധാരണ നമ്മൾ ഗാർഡന് പലതരമായിട്ട് തിരിച്ചിട്ടുണ്ട്. Okay, the domestic garden growing and cultivating plants based on the owner wishes within the limits of climate and materials. സാധാരണ നമ്മളൊരു വീട്ടിൽ ഗാർഡൻ ഫോം ചെയ്യുമ്പോൾ അത് ആ വീട്ടിലുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും ആ ഗാർഡൻ ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു അവിടെ ഉള്ള ആ ഒരു ക്ലൈമറ്റും അവിടെയുള്ള മെറ്റീരിയലിന്റെ ലിമിറ്റ്സിനൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്ന പ്ലാന്റ്സുകളും. ഓക്കെ, പിന്നെ ആ സ്ഥലവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എത്രത്തോളം സ്ഥലമുണ്ട് ഗാർഡൻ വെച്ച് പിടിപ്പിക്കാൻ, അതിനനുസരിച്ചായിരിക്കും ആ ഗാർഡന്റെ സൈസ് വരുന്നത്. ഓക്കെ, ദ സൈസ് ഓഫ് ദ പ്ലോട്ട് ഈസ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് ഡിസൈഡിങ് നോട്ട് ഓൺലി ദ സ്കോപ്പ് ബട്ട് ആൾസോ ദ കൈൻഡ് ഓഫ് ഡിസ്പ്ലേ ആൻഡ് യൂസേജ്. അപ്പോൾ ഈ ഒരു പ്ലോട്ടിന്റെ സൈസ് ആണ് ഒരു ഗാർഡന്റെ സൈസിനെ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടർ. എത്രത്തോളം നമുക്ക് ആ ഒരു പ്ലോട്ടിന് സൈസ് ഉണ്ട്, കൂടി വരുന്നതോറും നമ്മളുടെ ഗാർഡന്റെ സൈസും കൂടി വരാം. Then limits on space near urban centers as well as the wish to spend less time on upkeep have tended to make modern gardens ever smaller. അർബൻ ഏരിയ അല്ലെങ്കിൽ സിറ്റിയിലും അതുപോലെ ടൗണിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്പേസ് ഒരു ലിമിറ്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഗാർഡൻസ് ആയിരിക്കും ഉള്ളത്. അത് സ്പേസിന്റെ ലിമിറ്റോട് മാത്രമല്ല, ആ ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയക്കുറവും ഒരു കാരണമാണ്. അത്രയും ഒരു ബിസി ലൈഫ് ആയതുകൊണ്ട് തന്നെ സിറ്റീസിലൊക്കെ ചെറിയ ഗാർഡൻസ് ആയിരിക്കും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, in the medium to large sized garden, the tradition generally continues of dividing the area to serve various purposes. അപ്പോൾ നമ്മളുടെ ഗാർഡന്റെ സൈസിനെ പറ്റി പറഞ്ഞു. വളരെ സ്മോളർ ഗാർഡൻ ഉണ്ടാവും, മീഡിയം സൈസുള്ള ഗാർഡൻസ് ഉണ്ടായിരിക്കും, ലാർജ് സൈസ്ഡ് ഗാർഡൻസ് ഉണ്ടായിരിക്കും. ഈ എല്ലാ ഗാർഡൻസിനും പലതരത്തിലുള്ള പർപ്പസ് ആണ്. ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ദ ഓർണമെന്റൽ സെക്ഷൻ ടു എൻഹാൻസ് ദ റെസിഡൻസ് ആൻഡ് പ്രൊവൈഡ് വിസ്താസ്. അതായത് ആ ഒരു ഗാർഡന്റെ ഭംഗി, ആ ഒരു ബ്യൂട്ടി അത് എൻജോയ് ചെയ്യുക, അവിടെയുള്ള ആൾക്കാർക്ക്, അവിടെയുള്ള താമസക്കാർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയി മാറ്റുക. അതേപോലെ തന്നെ വാക്ക് വേസ് ആൻഡ് സീറ്റിംഗ് ഏരിയാസ് ഫോർ റിക്രിയേഷൻ. ഇതൊക്കെ വലിയ ഗാർഡൻ ആണെങ്കിലാണ് ഈ വാക്ക് വേസും കുറച്ച് സീറ്റിംഗ് ഏരിയ ഒക്കെ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെജിറ്റബിൾ പ്ലോട്ട്, കുറച്ച് വെജിറ്റബിൾസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഏരിയ ഒരു പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ടായിരിക്കും. ഇതൊക്കെ കുറച്ചുകൂടി മീഡിയം ടു ലാർജ് സൈസ്ഡ് ഗാർഡനിലായിരിക്കും ഇതൊക്കെ ഉണ്ടാവാം. ഓക്കെ, then the most gardens are mixed.
The resulting style is a matter of emphasis rather than exclusive concentration on one aspect. അധികം ഗാർഡൻസും മിക്സ്ഡ് ടൈപ്പ് ആയിരിക്കും. പല സ്റ്റൈലുള്ള പ്ലാന്റ്സ്, പല സ്റ്റൈലിലായിരിക്കും ഇത് ഫോം ചെയ്തിരിക്കുന്നത്. പല വെറൈറ്റി ഓഫ് പ്ലാന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് അതിൽ ക്ലൈംബേഴ്സ് ഉണ്ടായിരിക്കും, ഹെർബേഷ്യസ് പ്ലാന്റ്സ് ഉണ്ടാവും, ഷ്രബ്സ് ഉണ്ടാവും, ട്രീസ് ഉണ്ടാവും. ഏറ്റവും വലിയ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്യുക, അവിടെയുള്ള ആൾക്കാർക്ക് അത് കാണുന്നവർക്കുള്ള റിലാക്സേഷൻ, അതേപോലെ തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അത് ഹോബി ആയിട്ടുള്ളവർക്കും അതിൽ ആ ഗാർഡനിൽ നിന്ന് കിട്ടുന്ന പ്ലഷറാണ് ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫ്ലവർ ഗാർഡന്റെ പിക്ചറാണ്. ഇപ്പൊ ഗാർഡൻസ് നമ്മൾ പലതരത്തിലുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ടൈപ്പാണ് ഫ്ലവർ ഗാർഡൻ. ഫ്ലവർ ഗാർഡന്റെ പ്രത്യേകത, ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ആയിരിക്കും പ്രധാനമായിട്ടും ആ ഗാർഡനിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവുന്നത്. അങ്ങനത്തെ ഗാർഡൻസിനെയാണ് നമ്മൾ ഫ്ലവർ ഗാർഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എല്ലാ ചെടികളിലും പൂക്കൾ ഉണ്ടാവുന്നതല്ല, ചിലത് നല്ല ഭംഗിയുള്ള ഇലകളുള്ള ചെടികൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ട്രീസ്, നല്ല ഭംഗിയുള്ള ട്രീസുകൾ, നല്ല കാനോപ്പി വരുന്ന ആയിട്ടുള്ള ട്രീസുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഫ്ലവർ ഗാർഡന്റെ പ്രത്യേകത ആ ഫ്ലവർ ഫോം ചെയ്യുന്ന, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഫോം ചെയ്യുന്ന പ്ലാന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ഒരു രീതി, അങ്ങനെയുള്ള ഗാർഡനെയാണ് ഫ്ലവർ ഗാർഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദിസ് ഇസ് എ വുഡ്ലാൻഡ് ഗാർഡൻ. വുഡ്ലാൻഡ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഭാഗമാണ്. കുറെ വുഡ്സ് ഉണ്ടാവും, അതിൻ്റെ ഇടയിലൂടെ, മരങ്ങളുടെ ഇടയിലൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ടാവും നടന്നു പോവാൻ. ആൾക്കാർക്ക് ഒരു നാച്ചുറായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ വുഡ്ലാൻഡ് ഗാർഡൻ. കുറച്ചും കൂടി ഏരിയ കൂടുതലായിരിക്കും വുഡ്ലാൻഡ് ഗാർഡൻ. അതേപോലെ നടന്നു പോകുന്ന വഴിയെല്ലാം ഒന്നുകിൽ മണ്ണുള്ള വഴി, അതല്ലെങ്കിൽ വെറുതെ പുല്ല് ഉള്ള വഴി, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ വേറെ തരത്തിലുള്ള പാമെന്റ്സും ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ദെൻ റോക്ക് ഗാർഡൻ. റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലി റോക്കൊക്കെ ഉള്ള ഒരു ഏരിയയിൽ കുറച്ച് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് അവിടെ റിലാക്സ് ചെയ്യാനും ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗാർഡൻ ആണ് റോക്ക് ഗാർഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ റൂഫ് ഗാർഡൻ. ഇപ്പോൾ സിറ്റികളും ടൗണിലൊക്കെ ആണെങ്കിൽ അവിടെ സ്പേസിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ റൂഫ്, ബിൽഡിങ്ങിന്റെ റൂഫ്, അതേപോലെ തന്നെ വീടുകളുടെ റൂഫ് ഒക്കെ കുറച്ച് ഗാർഡൻ ഏരിയ ആക്കി മാറ്റി, കുറച്ച് ലോണും കുറച്ച് ഷ്രബും ഹെർബേഷ്യസ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആക്കി മാറ്റുക. such a type of garden is called a roof garden. Okay. Then the scented garden. Scented garden means നല്ല സ്മെല്ലുള്ള ഫ്ലവറുകളെ മാത്രം, അങ്ങനെ ഉള്ള ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ്. ഇപ്പോൾ ഫ്ലവർ മാത്രമല്ല, ചില പ്ലാന്റ്സിന്റെ ലീഫും നല്ല സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെന്റഡ് ആയിട്ടുള്ള ലീവ്സ് ഉള്ള പ്ലാന്റ്സും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ്സിനെ എല്ലാം വെച്ച് പിടിപ്പിക്കുന്ന ഒരു രീതിയാണ് സെന്റഡ് ഗാർഡൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബ്ലൈൻഡ് ആയിട്ടുള്ള പീപ്പിളിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡൻ ആണ് സെന്റഡ് ഗാർഡൻ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ദെൻ ദ ഫ്ലവർ ഗാർഡൻ. നമ്മൾ ഓൾറെഡി പിക്ചർ കണ്ട ഫ്ലവർ ഗാർഡനെ കുറിച്ച് നമുക്ക് കുറച്ച് ഒന്നുകൂടി ഒന്ന് നോക്കാം. ദ ഫ്ലവർ ഗാർഡൻസ് മീൻസ് ദ ട്രീസ് ആൻഡ് shrubs ആർ ദ മാനിഫെസ്റ്റേ ഓഫ് എ വെൽ ഡിസൈൻഡ് ഫ്ലവർ ഗാർഡൻ. ഷ്രബ്സും ട്രീസും ആയിരിക്കും ഫ്ലവർ ഗാർഡനിലെ മെയിൻ ആയിട്ടുള്ള പ്ലാന്റ്സ്. And these permanent features are usually planned first and the spaces for herbaceous plants. ഇതൊക്കെ ഡിസൈൻ ചെയ്തതിന് ശേഷമായിരിക്കും ഹെർബേഷ്യസ് പ്ലാന്റ്സിനൊക്കെ അവിടെ വെച്ച് പിടിപ്പിക്കുന്നത്. ഇപ്പൊ ഓവറോൾ ഈ ഫ്ലവറിങ് പ്ലാന്റ്സുകളുടെ ഒരു ബ്യൂട്ടിയാണ് ഫ്ലവർ ഗാർഡനിൽ നമ്മൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, then woodland gardens. The essence of the woodland garden is informality and naturalness. ആ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഗാർഡൻ ആണ് വുഡ്ലാൻഡ് ഗാർഡൻ. അപ്പോൾ അതിന്റെ ആ നാച്ചുറൽ ആയിട്ട് ഒരു ഇന്ററാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെയാണ് വുഡ്ലാൻഡ് ഗാർഡൻസ്
സാധാരണ യൂസ് ചെയ്യുന്നത്. ദെൻ ദ പാത്ത് കർവ് റേദർ ദാൻ റൺ സ്ട്രേറ്റ് ആൻഡ് ആർ ഗ്രാസ് റേദർ ദാൻ പേയ്മെന്റ്. സാധാരണ മണ്ണും അതുപോലെ തന്നെ ഗ്രാസ് ഒക്കെയുള്ള വഴികളിലൂടെയാണ് നമ്മൾ ഈ ഗാർഡന്റെ ഉള്ളിലേക്കൊക്കെ നടന്നു പോകുന്നത്. അല്ലാതെ ഇങ്ങനെ പേയ്മെന്റും ടൈലും ഇട്ടിട്ടൊക്കെയുള്ള വഴികളൊന്നും സാധാരണ ഗാർഡനിൽ സെറ്റ് ചെയ്യുന്ന പോലെയല്ല. കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയായിരിക്കും വുഡ്ലാൻഡ് ഗാർഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Then the rock gardens. Rock gardens designed to look as if are a natural part of a rocky hillside or slope. ശരിക്കും നാച്ചുറൽ ആയിട്ട് റോക്കി ആയിട്ടുള്ള സ്ലോപ്പുകളും ഹിൽ സൈഡും ഒക്കെയാണ് നമ്മൾ റോക്ക് ഗാർഡൻ ആയിട്ട് ഡിസൈൻ ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് അവിടെ ഒരു ഗാർഡൻ ഡിസൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു റോക്ക് ഗാർഡൻ ഫോം ചെയ്യുന്നത്. Then the roof garden. Roof garden are the modern tendency to architecture for flat roofs has made possible the development of attractive roof gardens in urban areas above private houses and commercial buildings. ഇപ്പോൾ പ്രൈവറ്റ് ഹൗസസ് ആയാലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ആയാലും ഒരു ഫ്രണ്ടേജിലൊന്നും ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസിന്റെ ഒരു അവൈലബിലിറ്റി കുറവായത് കൊണ്ടും ഒരു റീസൺ ആണ് ഈ ഒരു റൂഫ് ഗാർഡൻ ചെയ്യുന്നത്. ഇതിനൊപ്പം തന്നെ അവിടെയുള്ള റെസിഡൻസിന് അവിടെ വന്നിരിക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിട്ട് മാറ്റാനാണ് ഈ ഒരു റൂഫ് ഗാർഡൻ ഉദ്ദേശം. ഓക്കെ. എന്താ scented gardens. Scented gardens in which scent from leaves or flowers is the main criterion for inclusion of a plant have been established especially for the benefit of blind people. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ബ്ലൈൻഡ് പീപ്പിൾസിനാണ് ഈ ഒരു എൻജോയ്മെന്റ് കിട്ടുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സിന്റെ ആ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ സെന്റഡ് ഗാർഡൻസ് അവർക്ക് ഒരു ബെനിഫിറ്റ് ആണ് ഫോർ ബ്ലൈൻഡ് പീപ്പിൾ. ഓക്കെ. ദെൻ ഓർണമെന്റൽ ഗാർഡനിങ്. ഓർണമെന്റൽ ഗാർഡനിങ് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ആർട്ടിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവില് ഡിസൈൻ ചെയ്ത ഗാർഡൻസ് ആയിരിക്കും ഓർണമെന്റൽ ഗാർഡൻ. പലതരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ക്ലൈംബേഴ്സ് ആർച്ചൊക്കെ ഫോം ചെയ്ത് അതുപോലെ വളരെ ആർട്ടിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ സെറ്റ് ചെയ്യുന്ന ഗാർഡൻസ് ആണ് ഓർണമെന്റൽ ഗാർഡൻസ്. Okay, then the designing such as garden to follow given patterns for a general pleasurable look. Ornamental garden therefore is one of that is planted purely for aesthetic value. ആ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ലോകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർണമെന്റൽ ഗാർഡൻസ് ഉണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് വെർസൈൽസ് ഓഫ് ഫ്രാൻസ്, ദെൻ ഹോഫ് ഗാർഡൻസ് ഓഫ് നെതർലാൻഡ്സ്. ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇതൊരു ഓർണമെന്റൽ ഗാർഡന്റെ പിക്ചർ ആണ്. കുറച്ചും കൂടിയും ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ആർച്ചുകളൊക്കെ ഫോം ചെയ്ത് അതേപോലെ തന്നെ ചെടികളെയൊക്കെ പല രീതിയിൽ കട്ട് ചെയ്ത് പല ഷേപ്പിലൊക്കെ ഫോം ചെയ്ത് ആ ഒരു രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഓർണമെന്റൽ ഗാർഡനിൽ വരുന്നത്. നിങ്ങൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ബുഷസ് ഒക്കെ പല രീതിയിലൊക്കെ കട്ട് ചെയ്ത് പല പക്ഷികളുടെ രൂപത്തിലും അതേപോലെയൊക്കെ ആക്കി ഒരു പ്രത്യേക അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു രീതി, അതാണ് ഈ ഓർണമെന്റൽ ഗാർഡന്റെ ഒരു പ്രത്യേകത. Then use of ornamental gardens. ഓർണമെന്റൽ ഗാർഡൻസിന്റെ പ്രധാന യൂസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാണുന്ന ആളുകൾക്കുള്ള ആ ഒരു റിലാക്സേഷനും എൻജോയ്മെന്റും തന്നെയാണ് ആദ്യത്തെ ഒരു യൂസ്. മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. These gardens make surrounding buildings more visually interesting. Then the institutions devote to contemplation and the especially religious institutions, ornamental gardens provide locations with ambient environment for meditations. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഫ്ലാറ്റുകളിലും അതേപോലെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻസിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ ഈ ഒരു ഓർണമെന്റൽ ഗാർഡൻസ് ആ ഒരു എൻവയോൺമെന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ മെഡിറ്റേഷൻ പർപ്പസിനൊക്കെ ഏറ്റവും യോജിക്കുന്ന ഒരു ആംബിയന്റ് എൻവയോൺമെന്റ് ആണ് ഗാർഡൻസ്. ആൻഡ് ദ ഓർണമെന്റൽ ഗാർഡൻസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ പ്ലഷർ ആൻഡ് recreation. Okay. Then benefits of gardens. Gardens are pleasant and used for activities such as concerts and weddings.
ഇതുപോലുള്ള പല ഫങ്ഷൻസും അവിടെ വെച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. Then pleasantly manicured lawns, hedges and myriad of flowers and plant make these gardens attractive. പലതരത്തിലുള്ള ലോൺസും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്, ഡിഫറെന്റ് കളേഴ്സ് ആയതും ഡിഫറെന്റ് ഷേപ്പിലുള്ളതായിട്ടുള്ള ഫ്ലവേഴ്സുകളുടെ ഒക്കെ ഈ ഒരു എല്ലാതും കൂടി ചേർന്നുള്ള ഈ ഒരു ഗാർഡൻ വളരെ അട്രാക്റ്റീവ് ആണ്. Then there are the perfect grounds for meditation purpose. They help regulate the microclimate around them. ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തുള്ള അറ്റ്മോസ്ഫിയറിനേക്കാളും ആ ഒരു മൈക്രോ ക്ലൈമറ്റ് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഓക്സിജൻ അവൈലബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ ഓക്സിജന്റെ ഒപ്പം തന്നെ വേറൊരു നമുക്കുള്ള ബെനിഫിറ്റ്, ടോക്സിൻസ് ഉള്ളതൊക്കെ കുറയും. കാരണം അത്രയും പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പൊല്യൂഷൻ കുറയും, ഓക്സിജന്റെ അളവ് കൂടുകയും ചെയ്യും. Then they are also add on to the atmospheric humidity levels for a cooler and cleaner location. ആ ഒരു ലൊക്കേഷനിലെ ഹ്യൂമിഡിറ്റി കൂടുതലാക്കുന്നതിന്റെ ഒപ്പം തന്നെ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ കൂടുതൽ കൂളറും ക്ലീനറും ആക്കി മാറ്റാൻ ഗാർഡന് സാധിക്കുന്നു, കമ്പയർഡ് ടു ദ അതർ പ്ലേസസ്. ഓക്കെ, അപ്പൊ ഗാർഡന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു മരങ്ങൾ നിറയെയുള്ള ഒരു ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു തണുപ്പും ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യില്ലേ? അത് തന്നെയാണ് ഇവിടെ ഗാർഡനിലും നടക്കുന്നത്. ഇപ്പൊ ഒരുപാട് പേര് ഹോബി ആയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഗാർഡനിങ് ചെയ്യുന്നത് ഒരുപാട് പേരുടെ ഒരു ഹോബി കൂടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഇത് ഞാൻ ഇന്നലെ എടുത്ത ക്ലാസ് ആണ്. കുറെ കുട്ടികൾക്ക് ഇന്നലെ നെറ്റിന്റെ ഇഷ്യൂസ് കാരണം ഇവിടെ അതിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ അവർക്ക് ഈ ക്ലാസ് കണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ വീണ്ടും മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അറിയിച്ച് നമുക്കത് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.